ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. കേക്കിൽ നമ്മൾ ഡേറ്റ്സ് പ്ലസ് ക്യാരറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ബട്ടർ കേക്ക് ഇട്ടായിരുന്നു, അതെല്ലാവരും ട്രൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് പ്ലസ് ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കിനി വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ്. അത് ക്യാരമൽ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ക്യാരമൽ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു ബ്രൗൺ കളറാവും, അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ക്യാരമൽ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് ചൂടാറിയെടുക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്യാരമൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരമൽ ഉണ്ടാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനായിട്ട്. കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം, അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ബീറ്റർ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിനായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ക്യാരമൽ ചെയ്യാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ നേരത്തെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഡേറ്റ്സ് സിറപ്പാക്കി വെച്ചേക്കുന്നതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുരു കളഞ്ഞെടുത്ത ഡേറ്റ്സ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അത് മിക്സിയിൽ അരച്ചെടുത്തേക്കുന്നതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടറാണ്. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ബട്ടറാണ് എടുത്തേക്കുന്നത്. 100 ഗ്രാം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ ക്യാരമൽ ഇതിലേക്ക് ഷുഗർ ക്യാരമൽ ആഡ് ചെയ്യാണ്. തണുത്തതിന് ശേഷം വേണം, റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രമാണ് ക്യാരമൽ ആഡ് ചെയ്യേണ്ടത്. ക്യാരമൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. ഇപ്പോൾ ഒരു ലൈറ്റ് റെഡിഷ് കളറായി, ബാറ്ററിന് തന്നെ ഒരു ലൈറ്റ് റെഡിഷ് കളറായി. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 ഗ്ലാസ് മൈദ ആഡ് ചെയ്തു. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ഉപ്പ് 1 നുള്ള് ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിന് ശേഷം വേണം അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് ആഡ് ചെയ്യാൻ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിരുന്നത്. ഇനി അത് കുറച്ച് വെച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ബാറ്ററുമായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഞാൻ ബാറ്റർ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 1 അവർ ഞാൻ ബാറ്റർ മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൽ ഓയിൽ പുരട്ടി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാറ്റർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുക്കർ ഒരു 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. ഒരു 30 മിനിറ്റ്സ് ആണ് എൻ്റെ കേക്ക് ഇവിടെ കുക്കാവാൻ എടുത്ത ടൈം. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം, കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 13 മിനിറ്റ്സിലാണ് കേക്ക് റെഡിയായി കിട്ടിയത്. ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പ്ലസ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.